പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആക്ച്വലി ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ആക്ച്വലി ഞാൻ എയ്ഫറിന്റെ അഡ്വർടൈസ്മെന്റ്സും എയ്ഫറിന്റെ ഒരുപാട് കാര്യങ്ങൾ കാണുന്ന സമയത്ത്, അനീസ്കയുടെ ഒരുപാട് വീഡിയോസ് കണ്ട സമയത്തൊക്കെ ഹാപ്പി ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി അനീസ്ക പറയാറ് ഇപ്പോഴും. എന്താണ് ആക്ച്വലി ഹാപ്പി ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഹാപ്പി ലേണിംഗ്? എങ്ങനെ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ പറയുന്നൊരു കേസ് ഉണ്ട്. ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ്, ദർ ആർ ഓൺലി ടോപ്പിക്സ് ദാറ്റ് ആർ ടോട്ട് ബോറിംഗ്ലി ഓർ റിട്ടൺ ബോറിംഗ്ലി ഓർ ലേൺ ബോറിംഗ്ലി. ബോറായിട്ട് ഒരു സബ്ജക്റ്റും ഇല്ല, ബോറായി പഠിക്കപ്പെടുന്ന, ബോറായിട്ട് എഴുതപ്പെട്ട, ബോറായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ടോപ്പിക്കുകൾ മാത്രമാണുള്ളത് എന്നുള്ളതാണ്. എന്താണ് അനീസ്കയുടെ ട്രിക്ക്? എന്താണ് ഇതിൽ ആക്ച്വലി? സ്റ്റഡിങ് ഫോർ ആൻ ഒബ്ജക്റ്റീവ് എക്സാം ഇസ് എ സയൻസ് ബട്ട് റൈറ്റിംഗ് ഇറ്റ് ഈസ് എൻ ആർട്ട് എന്ന് പറയും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, 8 സബ്ജക്റ്റിൽ നെറ്റ് കിട്ടിയപ്പം, അതും വ്യത്യസ്ത സബ്ജക്റ്റുകൾ കിട്ടുമ്പം ഒരു സബ്ജക്റ്റിൽ നെറ്റ് കിട്ടിയതിൻ്റെ 8 ഇരട്ടി വിവരം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയാം, അത്ര വിവരമൊന്നുമില്ല. കോളേജിൽ എത്രത്തോളം സീരിയസ് ആയി പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ എത്രത്തോളം സീരിയസ് ആയി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഫൈനൽ നെറ്റ് പ്രിപ്പറേഷൻ്റെ ടൈം ഫ്രെയിമിനെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതായത് ചില ആളുകൾ ആക്ച്വലി PG ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളുണ്ട്, PG കഴിഞ്ഞ് പഠിക്കുന്ന ആളുകളുണ്ട്, അതായത് PG കഴിഞ്ഞ് ഒരുപാട് വർഷം ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഐഡിയലി ഇപ്പം അനീസ്കേൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു ടൈം ഫ്രെയിം എന്നാണ് ഒരാൾ പ്രിപ്പറേഷൻസിന് വേണ്ടി ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും നല്ലത് ആക്ച്വലി? അപ്പോൾ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലായാലും നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ക്വാളിഫൈ എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് മാസ്റ്റർ ഓഫ് JRF ആണ്, മിസ്റ്റർ അനീസ് പൂവത്തി. മാസ്റ്ററോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. അനീസ്ക, നമ്മൾ ആക്ച്വലി ഇപ്പം ഒരുപാട് സർവേ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. അതായത് അനീസ്കായിട്ട് ഇങ്ങനെ ഒരു സെഷൻ വരിക എന്നുള്ളത് ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് കുട്ടികൾ പല ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കഷൻസിൻ്റെ ഇൻറ്റൻഷൻ ആക്ച്വലി. അപ്പം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അനീസ്ക തന്നെ ഒരുപാട് തവണ കേട്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പം. അതായത് 8 നെറ്റും അതേപോലെ 2 JRFും ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടെ പല ആളുകളും ആക്ച്വലി 5ഉം 6ഉം തവണയൊക്കെ എഴുതിയിട്ടാണ് ആക്ച്വലി ക്ലിയർ ചെയ്യുന്നത്. അപ്പം അവരോട് എന്താണ് അനീസ്കയുടെ ട്രിക്ക് എന്താണ് ഇതിൽ ആക്ച്വലി? ഇതിലെ ഞാൻ മുമ്പും മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഞാൻ നെറ്റിൻ്റെ മുമ്പും ചില എക്സാമുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആളുകൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്റ്റഡിങ് ഫോർ ആൻ ഒബ്ജക്റ്റീവ് എക്സാം ഇസ് എ സയൻസ് ബട്ട് റൈറ്റിംഗ് ഇറ്റ് ഈസ് എൻ ആർട്ട് എന്ന് പറയും. അതായത് പഠിക്കുക എന്നുള്ളത് സയൻസാണ്. പഠിക്കുക എന്നുള്ളത് നമുക്ക് വെൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന, ആർക്കും എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ പരീക്ഷ എഴുതുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. നമ്മൾ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് ബേസിക്കലി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെയാണ്, പ്രോപ്പർ പ്രാക്ടീസിലൂടെ തന്നെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 5ഉം പലരും എന്നോട് ചോദിക്കാറുണ്ട്, 8 സബ്ജക്റ്റിൽ നെറ്റ് കിട്ടിയപ്പം, അതും വ്യത്യസ്ത സബ്ജക്റ്റുകൾ കിട്ടുമ്പം ഒരു സബ്ജക്റ്റിൽ നെറ്റ് കിട്ടിയതിൻ്റെ 8 ഇരട്ടി വിവരം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയാം, അത്ര വിവരമൊന്നുമില്ല. പക്ഷെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ നമ്മളെ ഭാഷയിൽ നാക്ക് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു നാക്ക് സ്കില്ല് എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4, 5 അല്ലെങ്കിൽ 5, 6 തവണയായിട്ടും അറ്റംപ്റ്റ് ചെയ്തിട്ട് ചിലർക്ക് കിട്ടാത്തത് ഡെഫിനറ്റ്ലി പല കാരണങ്ങളുണ്ടാവാം, ലക്ക് ഫാക്ടറൊക്കെ ഉണ്ടാവാം. ഒരു പക്ഷേ ചിലപ്പോൾ അവരിൽ പലർക്കും ഈവൻ അത്ര എഫേർട്ട് ആയിട്ടും ഈ സ്കിൽ ഓഫ് റൈറ്റിംഗ് ദിസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഓർ ദ നാക്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓൺലൈൻ എക്സാം അവർക്ക് ചിലപ്പോൾ അക്വയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു എക്സാം എഴുതുക എന്നുള്ളൊരു സ്കില്ലാണ് എനിക്കൊരു എക്സ്ട്രാ അഡിജ ആയിട്ടുള്ളതായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലേക്ക്, ഇപ്പം അനീസ്ക ഒരു ക്ലിയർ നെറ്റോ അല്ലെങ്കിൽ JRF ക്ലിയർ ചെയ്ത ഒരാൾ മാത്രം കൂടിയല്ല, ഒരു 10 വർഷമായിട്ട് ആക്ച്വലി ഒരുപാട് പേരെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഇതിൽ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്താണ്? ബേസിക്കലി ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പം പറഞ്ഞു ഡ്രൈവിംഗ് പോലെ ഒരു സ്കില്ലാണ്, ഇപ്പം എന്തിനും പോലെ ഒരു സ്കില്ലാന്ന് പറയുമ്പോൾ ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും അല്ലേ? അപ്പം എന്താണ് കുട്ടികൾ ആക്ച്വലി ലാക്ക് ചെയ്യുന്നത് ഈ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ? ഇതിൽ നമ്മൾ ആദ്യത്തെ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയുകയാണെങ്കിൽ, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എക്സാം എഴുതുക എന്നുള്ളതൊരു സ്കില്ലാണ്. അപ്പോൾ ഈ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഡ്രൈവിംഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഡ്രൈവിങ്ങിൻ്റെ ബേസിക്സ് നമ്മളൊക്കെ പഠിക്കും, ഗിയർ, ക്ലച്ച് എന്നൊക്കെ പഠിക്കും. പിന്നെ ഒരു ആൾ എക്സ്പേർട്ട് ഡ്രൈവ് ആവുന്നത് ഡ്രൈവ് ചെയ്യുന്നതോടുകൂടി മാത്രമാണ്. ദ മോർ വി ഡ്രൈവ് ദ മോർ സ്കിൽ വി വിൽ ബി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനീഷ്യലി കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ഈ പറയപ്പെടുന്ന പോലെ എക്സാം എഴുതുക എന്നുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ ഇൻറ്റൻഷനലി എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരൊക്കെ കരുതുന്നത് ഞാൻ കുറേ പഠിക്കും, വീണ്ടും വായിക്കും, വീണ്ടും പഠിക്കും, കുറേ ഉറക്കം വഹിച്ച് പഠിക്കും, പഠിച്ചുകൊണ്ടിരിക്കും, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും, ഇത് ചെയ്താൽ മതി, ഇത് എനിക്ക് പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതാൻ പറ്റും എന്നത്. പക്ഷെ ഒരു ഓൺലൈൻ ഒബ്ജക്റ്റീവ് എക്സാം എന്നുള്ളതിന്
ഒരു ഡിഫറെൻറ്റ് സ്കിൽ കൂടി അക്വയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സീരിയസ് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത് ഐ വിൽ സേ അൺഗൈഡഡ് അല്ലെങ്കിൽ നമുക്ക് മിസ്ഗൈഡഡ് സ്റ്റഡി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കോണ്ടന്റിന് ഒരു പ്രശ്നമില്ല, ഒരു കുറവുമില്ല. നമ്മൾ UGC നെറ്റ് എക്സാമിന് എടുക്കുകയാണെങ്കിൽ അതിന്റെ സിലബസ് ChatGPTക്കോ ജെമിനിക്കോ കൊടുത്തിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ടോപ്പിക്കിൽ ഗീമി കോണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ പേജിനനുസരിച്ച് ജെമിനി തരും. ഓക്കെ, ഇനി 1000 പേജ് കോണ്ടന്റ് എന്നോ 500 പേജ് എന്നോ 2000 പേജ് എന്നോ പറഞ്ഞാൽ ദേ വിൽ ഗീവ് ദ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ കോണ്ടന്റ് തരും. പക്ഷെ അവിടെയൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോണ്ടന്റിന്റെ വാട്ട് വി കൻ ഓവർബർഡൻ ആണെന്നുള്ള കാലത്തുള്ളത്. അപ്പം പലർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിൽ ഏതാണ് പഠിക്കേണ്ടത് ഏതാണ് പഠിക്കേണ്ടതില്ലാത്തത് എന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയ പ്രോപ്പർ ഗൈഡൻസോ കിട്ടുന്നില്ല. അപ്പൊ ആദ്യത്തെ എക്സാം സ്കില്ല് കഴിഞ്ഞാൽ ഞാൻ പറയുക, കുട്ടികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഈ എക്സാമിന് ആവശ്യമില്ലാത്തത് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് മിസ്റ്റേക്കുകളാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അനിസ്ക പറഞ്ഞ പോലെ ഒരുപാട് കോണ്ടന്റ്സ് ഉള്ളൊരു സമയമാകുന്ന സമയത്ത് എങ്ങനെ ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിലോട്ട് ആഡ് ഓൺ ചെയ്യുന്നത് ഇപ്പം അനിസ്ക പറഞ്ഞതൊരു സ്കില്ലാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇത്ര സമയം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഐഡിയലി ഒരാൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയം അയാൾ പഠിക്കണം ആക്ച്വലി? ഇത് എൻ്റയർലി നമ്മളൊരു അക്കാഡമിക് ലൈഫിൽ ഒരു പുതിയൊരു സംഭവം അല്ലാത്തത് കൊണ്ട് ആദ്യം തന്നെ പറയാൻ ടൈം വേരി ചെയ്യും. കാരണം എന്താ വെച്ചാൽ മറ്റു പല എക്സാമുകളിലും നമ്മൾ ചിലപ്പോൾ ഇതുവരെ പഠിക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ഇതിൽ മെജോറിറ്റി ഓഫ് ദ കോമ്പണൻറ്റ്, ഇപ്പോൾ പേപ്പർ 2 ഓൾമോസ്റ്റ് ഓൾ കോമ്പണൻറ്റും പേപ്പർ 1 തന്നെ പലപ്പോഴും നമ്മളെ മാത്സ് എൻവിയോൺമെന്റ് എന്ന് പറയുന്ന ഒരു മെജോറിറ്റി ഓഫ് ദ ടോപ്പിക്കുകളും സ്കൂളിലോ കോളേജ് ലൈഫിലോ ആയിട്ട് കുട്ടികൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ, പഠിച്ചിട്ടുള്ളതായിരിക്കും. ഡെഫിനറ്റ്ലി മറന്നുപോയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ പലതും നമ്മളെ സബ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോളേജിൽ എത്രത്തോളം സീരിയസ് ആയി പഠിച്ചിട്ടുണ്ട്, ഓക്കെ, സ്കൂളിൽ എത്രത്തോളം സീരിയസ് ആയി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഫൈനൽ നെറ്റ് പ്രിപ്പറേഷന്റെ ടൈം ഫ്രെയിമിനെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബേസിക്കലി ഈ ഓരോരുത്തരുടെ PGയിലെയും അവരുടെ സ്കൂൾ ലൈഫിലൊക്കെ അവർ എത്രത്തോളം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഒരു എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം എടുത്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നോർമലി പറയാം, അപ്പൊ ഏതൊരാൾക്കും ഞാനൊരു ആവറേജ് പഠിക്കുന്ന, ഓക്കെ, ഇതുവരെ അധികം പല ആളുകളും ചിലപ്പം കോളേജ് ലൈഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പലരും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. സീരിയസ് ആയി പഠിക്കാത്ത ഒരു ടൈം ഫ്രെയിമാണ്. കാരണം കോളേജിൽ കുറച്ച് അടിച്ചു പൊളിക്കേണ്ട ടൈം ഫ്രെയിം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഏതൊരാൾക്കും, ഇനിയിപ്പോൾ നിങ്ങൾ കോളേജിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ഏതൊരാൾക്കും വളരെ വളരെ അവർ വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു 5 to 6 months എന്നുള്ളത് ഓക്കെ ഒരു മോർ ദൻ ഇനഫ് ടൈം ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ പേസ് കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ ടൈം ഫ്രെയിം കുറക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ അതിൽ സീരിയസ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ടൈം ഫ്രെയിം കൂടും ചെയ്യും. അപ്പം എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിം ആയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. 5 to 6 months ആണ്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതായത് ചില ആളുകൾ ആക്ച്വലി PG ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളുണ്ട്, PG കഴിഞ്ഞ് പഠിക്കുന്ന ആളുകളുണ്ട്, അതായത് PG കഴിഞ്ഞ് ഒരുപാട് വർഷം ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഐഡിയലി ഇപ്പം അനിസ്കേന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു ടൈം ഫ്രെയിം എന്നാണ് ഒരാൾ പ്രിപ്പറേഷൻസിന് വേണ്ടി ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും നല്ലത് ആക്ച്വലി? ഇതിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഇഫറിന്റെ വിന്നേഴ്സിന് ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് 300-ലധികം JRF ഹോൾഡേഴ്സ് ഉണ്ട്, 350+ ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് 3000-ലധികം നെറ്റ് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കുന്നത്, PG പഠിച്ചുകൊണ്ടിരിക്കെ JRF ക്വാളിഫൈ ചെയ്ത കുട്ടികളുണ്ട്, PG പഠിച്ചു കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്ത കുട്ടികളുണ്ട്, PG പഠിച്ചു കഴിഞ്ഞ് ബ്രേക്കിന് ശേഷം ക്വാളിഫൈ ചെയ്ത കുട്ടികളുണ്ട്, ഒരു പാരന്റ് ആയതിനു ശേഷം ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ട് ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാ കാറ്റഗറിയിലും ഇതിന് വേണ്ടിയിട്ട് ഈ എക്സാം ക്വാളിഫൈ ചെയ്ത ഇഫ്രൈറ്റ്സ് തന്നെ ഉണ്ട്, നമുക്ക് തന്നെ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലായാലും നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ക്വാളിഫൈ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാം, നിങ്ങൾ ഏത് ഫേസിലാണെങ്കിലും ഇഫ് യു സീരിയസ്ലി പ്രിപ്പയർ യു ക്യാൻ ക്വാളിഫൈ. അതേസമയം ഇന്നത്തെ കാലത്ത് നമുക്ക് 5 വർഷം PhD ചെയ്യണം, അതിനുശേഷം ചിലപ്പോൾ PDF ചെയ്യേണ്ടി വരും, ഇനി നല്ല കോളേജുകളിലൊക്കെ ജോലി കിട്ടിയിട്ട് നമ്മൾ കൂടുതൽ കാലം വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ദ ഏർലിയസ്റ്റ് എത്ര നേരത്തെ തുടങ്ങാൻ പറ്റും അത്ര നേരത്തെ തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. അതിൻ്റെ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അത് പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ഇഫ്രൈറ്റ്സിന് കിട്ടിയിട്ടുള്ളതും PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. കാരണം അവർക്ക് PG പഠനവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പം ഞാൻ പറയാം, നിങ്ങളൊരു PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് ടൈം. ഓക്കെ, ഔട്ട് ഓഫ് ഓൾ ദ ടൈംസ് ദാറ്റ്സ് എ ബെസ്റ്റ് ടൈം. കാരണം ഏറ്റവും കൂടുതൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. നിങ്ങൾ ആ ടൈം ഫ്രെയിം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഇഷ്യൂ, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാ കാറ്റഗറിയിലും ആളുകൾ വിജയിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ എനിക്ക് വേറൊരു ഡൗട്ട് ആക്ച്വലി പഠിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ആക്ച്വലി ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക്കാണ്.
ആക്ച്വലി ഞാൻ എയ്ഫറിന്റെ അഡ്വർടൈസ്മെന്റ്സും എയ്ഫറിന്റെ ഒരുപാട് കാര്യങ്ങൾ കാണുന്ന സമയത്ത് അനീസ്കയുടെ ഒരുപാട് വീഡിയോസ് കണ്ട സമയത്തൊക്കെ ഹാപ്പി ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി അനീസ്ക പറയാറ് എപ്പോഴും. എന്താണ് ആക്ച്വലി ഹാപ്പി ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ഹാപ്പി ലേണിംഗ്? ഇതിലേ ഇപ്പം നേരത്തെ ഇപ്പം റെഗുലർ പറഞ്ഞ പോലെ പഠിക്കുക എന്നുള്ളത് നമുക്കൊരു കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ പലർക്കും ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ് അത്. ഞാൻ തന്നെ പറയാം, അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ പറയുന്ന ഒരു കേസ് ഉണ്ട്. ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ്, ദർ ആർ ഓൺലി ടോപ്പിക്സ് ദാറ്റ് ആർ ടോട്ട് ബോറിംഗ്ലി ഓർ റിട്ടൺ ബോറിംഗ്ലി ഓർ ലേൺ ബോറിംഗ്ലി. ബോറായിട്ട് ഒരു സബ്ജക്റ്റും ഇല്ല, ബോറായി പഠിക്കപ്പെടുന്ന, ബോറായിട്ട് എഴുതപ്പെട്ട, ബോറായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ടോപ്പിക്കുകൾ മാത്രമാണുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ കാണുന്നത് ദിനോസറുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ്. പല സെറ്റ് ഓഫ് എവിടെയൊക്കെ ദിനോസറുകൾ അങ്ങനെ സ്പൈറോറാക്ടർ എന്തൊക്കെയോ റക്സ് ഇങ്ങനെ പല പല. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, ഇവരിത് ബോറടിക്കുന്നില്ല. അപ്പം ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ ആ വീഡിയോയിൽ ആ ദിനോസറിനെ കുറിച്ച് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷെ എല്ലാ വീഡിയോസും ഒന്നും അവന് ഇഷ്ടമല്ല. പല വീഡിയോസും അവന് പെട്ടെന്ന് ഇങ്ങനെ സ്കിപ്പ് അടിച്ചു. പക്ഷെ ആ വീഡിയോയിൽ വളരെ അടിപൊളിയായിട്ടാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ അട്രാക്റ്റീവ് ചെയ്യുന്നത്. എനിക്കത് അട്രാക്റ്റീവ് അല്ല. അവൻ അട്രാക്ട് ചെയ്യപ്പെടുന്ന രീതിയിലാണ് എന്താണ് ഡൈനോസേഴ്സ് എന്ന് അവർ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് പഠനം ബോറിംഗ് ആണോ അല്ലേ എന്നുള്ളതും ഡിസൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളൊരു കാര്യം പഠിപ്പിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ബേസിക്കലി അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഈ നമ്മുടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് പലപ്പോഴും ഈ പഠനം ഒരു ബുദ്ധിമുട്ടായി വരുന്നത് ചോദിച്ചാൽ, അവർ കുറെ പഠിക്കും, കുറച്ച് പഠിക്കുമ്പോൾ ഇത് മറന്നു പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്കൊരു ഗിൽറ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, നിങ്ങൾ പഠിച്ചാൽ മറക്കും എന്നുള്ളതാണ്. അപ്പൊ മറന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഗിൽറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അവർക്ക് കുറച്ചുകൂടി ആശ്വാസമായി. അത് ഇവിടെ JRF അടിക്കുന്ന ആളുകളൊക്കെ മറന്നു പോകാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി ആ ഒരു ലേണിംഗ് സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കപ്പെടുന്നത്, എങ്ങനെയാണ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നേരിടുന്ന ഡിഫറെന്റ് പ്രശ്നങ്ങൾ. ഇപ്പൊ മുമ്പൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചൊക്കെ മറന്നു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആളുകൾ അസസ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മെമ്മറി പവറിന്റെ പ്രശ്നമാണെന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആകാൻ പറ്റില്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആകാൻ പറ്റാത്ത സമയത്ത് ചിലപ്പോൾ ആളുകൾ അസസ് ചെയ്യപ്പെടുക, നിങ്ങൾക്ക് തീരെ ഫോക്കസ് പോരാ. നമ്മൾ ഇന്ന് കുട്ടികൾക്കൊന്നും തീരെ ഫോക്കസ് പോരാന്ന് പറയുന്ന പോലെ, നിങ്ങൾക്ക് ഫോക്കസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രശ്നം എന്ന് പറയും. എനിക്ക് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല എന്ന് പറയാം. നമ്മളെ ടൈമിൽ നിങ്ങൾക്ക് ഒരു വിൽ പവർ ഇല്ലാത്തതുകൊണ്ടാണ്, ഡിറ്റർമിനേഷൻ ഇല്ലാത്തതുകൊണ്ടാന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കരുതുന്നത്. നമ്മളെ കുട്ടികൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നോർമലി ഒരു സമയത്തിനപ്പുറത്തേക്ക് ആളുകൾ കൺസിസ്റ്റന്റ് ആവില്ല, ആളുകൾ മറന്നു പോകും എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് എയ്ഫർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ഇമോട്ടക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇമോട്ടക്കിന്റെ കാര്യം ചോദിക്കാൻ തന്നെ ഇരുന്നു. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യനും കൂടെ, അതായത് ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനെല്ലാം എനിക്ക് തോന്നുന്നു പഠിക്കുന്ന ഒരു എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. ഒരു സ്പൈക്ക് ഓഫ് മോട്ടിവേഷൻ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അടുപ്പിച്ച് ഒരാഴ്ച നമ്മൾ ചിലപ്പോൾ പഠിക്കുക അല്ലെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്യും. ഈ ഒരാഴ്ച കഴിയുമ്പോൾ എന്താ, ഈ മോട്ടിവേഷൻ ഡ്രോപ്പ് ആവും. ചിലപ്പം വേറെ എന്തെങ്കിലും പല ഫാക്ടേഴ്സ് കാരണമാണ് ഈ മോട്ടിവേഷൻ ഡ്രോപ്പ് ആവുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും? നമ്മളെല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ ശ്രമിക്കുന്നവരാണ്, പക്ഷെ പറ്റുന്നില്ല. അതിന്റെ കാരണമായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളെല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന കാരണങ്ങൾ ലോജിക്കലാണ്, ഇമോഷണൽ അല്ല എന്ന് ഞാൻ പറയും. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് എൻട്രൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉമ്മൊക്കെ പറയാറുണ്ട്, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ചാൽ ഇപ്പം നീ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം, ഭാവിയിൽ എൻ്റെ ലൈഫ് ഭയങ്കര സുഖമായിരിക്കും, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഈ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് നല്ല ജോലി കിട്ടുക, ജോലി കിട്ടിയിട്ട് ലൈഫ് സെറ്റിൽ ആവുക, നമ്മളെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു അടിപൊളി റീസൺ ആണ് നമ്മളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതൊരു ലോജിക്കൽ റീസൺ ആണ്. അതൊരു ലോജിക്കൽ റീസൺ ആണെന്ന് പറഞ്ഞാൽ, ഈ ലോജിക്കൽ റീസൺ എപ്പോഴും വർക്കൗട്ട് ആവില്ല. എപ്പോഴും വർക്കൗട്ട് ആവുക പലപ്പോഴും ഇമോഷണൽ റീസൺസ് ആണ്. ഇമോഷണൽ റീസൺസ് ആണ്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഒരു പരീക്ഷ വിജയിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം എഴുതി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിനേക്കാളേറെ നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ എഴുതി വെക്കണം. ഇമോഷണൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എല്ലാം ഞാൻ വായിക്കാറൊന്നുമില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ സന്തോഷിപ്പിക്കണം,
ഞാനിത് ജയിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഇത്ര കാലം നീ പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ അങ്കിളിനോട് പറയണം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ എനിക്ക് നന്നായി പഠിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ദുബായിൽ പോയിട്ട് പാംജുമേരയിൽ നിന്ന് സ്കൈ ഡൈവ് ചെയ്യണം. ഓക്കെ എനിക്ക് ഞാൻ ജയിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് അഭിമാനത്തോടെ പറയുന്നത് കാണണം. ഇനി നേരെ തിരിച്ചുണ്ടാവാം, എനിക്ക് ഞാൻ ജയിക്കുന്നത് എൻ്റെ കോളേജിലെ ശത്രു സ്റ്റാറ്റസ് ആക്കിയിട്ട് കൺഗ്രാജുലേഷൻ ഡിയർ എന്ന് പറയുന്ന സ്റ്റാറ്റസ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഓക്കെ എൻ്റെ നാട്ടിലെ പല ആളുകൾക്കും ഞാൻ ദിസ് ഓൾ ആർ ഇമോഷണൽ റീസൺസ്. മനസ്സിലായി. അത് നമുക്ക് ഒന്നുകൂടി കണക്റ്റഡ് ആവും ലോജിക്കൽ റീസൺ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാം, കൺസിസ്റ്റൻസി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ വി ഷുഡ് ഹാവ് എ സെറ്റ് ഓഫ് അപ്രോച്ചസ് ബിയോണ്ട് ലോജിക്കൽ അപ്രോച്ചും ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യും കേട്ടോ, ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യും. സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യും. അപ്പം ഫസ്റ്റ് സൊല്യൂഷൻ ഈസ് ഇമോഷണലും എപ്പോഴും വർക്കൗട്ട് ചെയ്യണമെന്നില്ല. രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യുക ഇമോഷണൽ ആസ്പെക്റ്റിൽ തന്നെയാണ് പിയേഴ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്. ഓക്കെ നമ്മൾ കൂടെ ഉള്ളവരാണ്. അപ്പൊ അതാണ് എയ്ഫർക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് എന്ന് ചോദിച്ചാൽ നമുക്ക് ലീഡർ ബോർഡ് ഉണ്ട്, കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. എയ്ഫറിൽ എപ്പോഴും ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കും. ഈ കുട്ടികളൊക്കെ ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മറ്റ് പല ആളുകളും ക്ലാസ്സുകളിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ലൈവുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഓക്കെ നമ്മൾ ഓരോരോ പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ്ങും പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓരോ കുട്ടിക്കും ആപ്പിൽ നോക്കിയ ഒരു കമ്പറ്റീറ്റീവ് ആയിട്ട് ഹെൽത്തി കമ്പറ്റീഷൻ വഴി ആളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആളുകളൊക്കെ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ബാക്കിയുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, ഇവരുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റും. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു എയ്ഫറിൽ ഒരു കുട്ടി ബോർ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം യു വിൽ ഗെറ്റ് എൻ അലേർട്ട്, അവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എൻ അലേർട്ട് ഫ്രം യുവർ ഫ്രണ്ട്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ ഇനി else you will get an alert from the Eiffel Learning app, a podcast. ഓക്കെ ആ പോഡ്കാസ്റ്റിൽ ചിലപ്പോൾ ഞാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാക്കൽറ്റീസോ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രിപ്പറേഷൻ സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരുപാട് സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണ് എയ്ഫർ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിലൂടെ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. ഒരിക്കലും നമുക്ക് ലോജിക്കൽ സൊല്യൂഷനിലൂടെ നമ്മൾ നന്നായി പഠിച്ചാലേ നമ്മൾ ജയിക്കൂ എന്ന ലോജിക്കൽ സൊല്യൂഷനിലൂടെ ലോങ് ടേം ആയിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം ഈ സൊല്യൂഷൻ ഈ പരീക്ഷ ഇതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഞാൻ നന്നായിട്ട് പഠിച്ചാലേ ഞാൻ നന്നാവൂ, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ പറ്റും ഈ പരീക്ഷ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയാം. എന്നിട്ടും അവർ കൺസിസ്റ്റന്റ് ആവാൻ പറ്റാത്തത് ദാറ്റ്സ് എ ലോജിക്കൽ റീസൺ. ബട്ട് ഹ്യൂമൻസ് ആർ നോട്ട് ലോജിക്കൽ അനിമൽ, ദേ ആർ ഇമോഷണൽ അനിമൽ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വൺ മോർ തിങ്, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരു മേജർ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് നെറ്റ് ആക്ച്വലി ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കോച്ചിങ് റിക്വയർമെന്റ് ഉണ്ടോ, ഒറ്റയ്ക്ക് പഠിച്ചാൽ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള പല ആളുകൾക്ക് പല തോട്ട് പ്രോസസ് ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ ആക്ച്വലി എന്താണ് അനീസ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? ഇതിലുള്ളൊരു സാധനം ഏതൊരു മത്സര പരീക്ഷകളുടെയും എവല്യൂഷൻ അനുസരിച്ച് കോച്ചിങ്ങിൻ്റെ ആവശ്യം, കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ക്രൂഷ്യാലിറ്റിയും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, എൻ്റെ നാട്ടിലെ ഡോക്ടറൊക്കെ ഉണ്ട്. ഓക്കെ ആ ഡോക്ടറൊക്കെ MBBS ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു എൻട്രൻസ് എഴുതിയിട്ടില്ല, BSc കഴിഞ്ഞിട്ട് നേരെ MBBSലേക്ക് പോയതാ. ഒരു കാലത്ത് MBBS എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് PG പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ്, അതായത് ബേസ്ഡ് ഓൺ ദ മാർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് ആയിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഒരുപാട് ആളുകൾ എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റേജ് വന്നപ്പോൾ ഒരുപാട് ആളുകൾ MBBS നീറ്റിന് വരാൻ തുടങ്ങി, അപ്പം കോച്ചിങ് ഉണ്ടാവാൻ തുടങ്ങി. ആ കോച്ചിങ് ഉള്ള കാലത്ത് എന്ത് സംഭവിച്ചു, കുറെ ആളുകൾ കോച്ചിങ് വഴി MBBS നേടാൻ തുടങ്ങി, കുറെ ആളുകൾ കോച്ചിങ് ഇല്ലാതെ നേടാൻ തുടങ്ങി. ഓക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആ കോച്ചിങ് വീണ്ടും ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു കേസിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, കോച്ചിങ് ഇല്ലാതെ നീറ്റ് നേടുന്ന ഒരു കുട്ടിയെയും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി +2ന്റെ കൂടെ നേടുന്ന കുട്ടി ഉണ്ടാവും, പക്ഷെ ആ കുട്ടിയും കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവും. അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ഇതൊരു മത്സര പരീക്ഷയാണ്. ഈ മത്സര പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഓക്കെ നമുക്കൊരിക്കലും ഹ്യൂമനിസ്റ്റിക് ആയിട്ട് ആലോചിക്കുമ്പോൾ ശരിക്കുള്ള പ്രശ്നം തന്നെയാണ്, സോൾവ് ചെയ്യേണ്ട പ്രശ്നം. ഇവിടെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ആളെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കാളേറെ പഠിക്കുക എന്നുള്ളതും ഈ ഒരു പരീക്ഷയിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകളൊന്നും കോച്ചിങ്ങിന് പോകില്ലായിരുന്നു. ഇപ്പം ഒരുപാട് ആളുകൾ പോകുന്നത് കൊണ്ട് പോവാതെ പഠിച്ചാലും കിട്ടും. ഞാൻ പേഴ്സണലി ഞാൻ പറയും, ഞാൻ മുമ്പ് പല കോച്ചിങ്ങിനും പോയതുകൊണ്ടായിരിക്കാം എനിക്ക് JRF വേണ്ടിയിട്ട് ഞാൻ കോച്ചിങ്ങിന് പോയിട്ടില്ല, പക്ഷെ ഞാൻ വേറെ പല എക്സാമിനെയും കോച്ചിങ് സിവിൽ സർവീസ് ഒക്കെ പോയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ കോമ്പീറ്റേറ്റ് ചെയ്യേണ്ടവര് ടു സീരിയസ്ലി പ്രിപ്പയർഡ് ആയിരിക്കും. ഇനി ഒറ്റ സിമ്പിൾ എക്സാമ്പിൾ പറയാം, ഒന്നുകൂടി ഒരു കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നെറ്റില് ലോജിക്കൽ റീസണിംഗ് എന്നുള്ള ടോപ്പിക് ഉണ്ട്, അതിൽ ഇന്ത്യൻ ലോജിക് എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്, ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഒക്കെ ഉണ്ട്. ഇതൊരു കുട്ടിക്ക് സ്വന്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊരു കുട്ടിക്ക് സ്വന്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും.
പക്ഷെ ഞാൻ ഇത് സിലബസ് മാറിയ സമയത്ത് ഞാൻ ടീച്ചറാണ്. ഞാൻ ഇത് ആദ്യം ഇതൊന്ന് വൃത്തിയിൽ ക്ലാസ് എടുക്കാൻ പഠിച്ചത്, ഇതിന്റെ എല്ലാ കോൺസെപ്റ്റും എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു 2 to 3 months പ്രിപ്പറേഷനാണ്. ബാക്കിയുള്ള ഇതിന്റെ കൂടെ 2 to 3 months പ്രിപ്പറേഷനാണ്. പിന്നെ കഴിഞ്ഞ 3-4 കൊല്ലത്തെ പ്രിപ്പറേഷനും കൂടിയിട്ടാണ് ഞാൻ ഇന്നുള്ള ലോജിക്കൽ റീസണിങ്ങിന്റെ ഇന്ത്യൻ ലോജിക് എടുക്കാൻ ഞാൻ റെഡിയായത്. അപ്പൊ മേ ബി ഞാനൊരു 4 or 5 6 months എഫേർട്ട് കൊണ്ടാണ് ഞാനത് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇത് എക്സ്പേർട്ട് ആണെങ്കിൽ ചിലപ്പോൾ 2 to 3 months കൊണ്ട് നിങ്ങൾക്ക് ഇത് ആവാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ ഞാൻ 5 to 6 months എക്സ്പേർട്ട് ആയ സാധനം ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചിരും. യു ഗോട്ട് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ ഡെഫിനറ്റ്ലി കോച്ചിങ് വിൽ ഹെൽപ്പ് യു ടു സേവ് ടൈം. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം, PG എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ടും നെറ്റ് എക്സാം ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള IIT എക്സാം ഒക്കെ പോലെ ഒരുപാട് ഇന്റലക്ച്വൽ സ്കിൽ, ഇന്റലക്ച്വൽ എന്നുള്ളത് ഉദ്ദേശിച്ചത് മാത്തമാറ്റിക്കൽ സ്കിൽ ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു എക്സാം അല്ലാത്തത് കൊണ്ട് സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ട് ആർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ കോച്ചിങ് വിൽ ഹെൽപ്പ് യു ടു സേവ് എ ലോട്ട് ഓഫ് യുവർ ടൈം. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു റിവൈസ് അഗൈൻ ആൻഡ് അഗൈൻ. ഒരുപാട് ടൈം സേവ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ പഠിക്കുന്നത് ഒരുപാട് സേവ് ചെയ്യാനും പറ്റും, അതിന്റെ ശേഷം നിങ്ങൾക്ക് ഒരുപാട് റിവൈസ് ചെയ്യാനും പറ്റും. ഈ എക്സാമിന് ആ റിവിഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കോച്ചിങ്ങിന് ഇങ്ങനെയുള്ള സേവിങ് ദ ടൈം ദാറ്റ് ഗിവ്സ് അസ് എ ലോട്ട് ഓഫ് ഹെൽപ്പ് ടു. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയും, ഇനി നിങ്ങൾ കോച്ചിങ്ങിന് പോയിട്ടില്ലെങ്കിലും ഓക്കെ, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുക്കും എന്നുള്ള ഒരു ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ ടീം. ഓക്കെ, ആ ടീമിന് നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി തരാൻ പറ്റും, ആ ടീമിന് നിങ്ങൾക്ക് പിയർ പ്രഷർ തരാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ നല്ലൊരു കോച്ചിങ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ആ ടീം എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിലോ കേരളത്തിലോ JRF കിട്ടുന്ന ബാക്കിയുള്ള ടീമുകളായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാകുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ തന്നെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മളെ തന്നെ ഒരു സബ്ജക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മുമ്പ് വർഷങ്ങൾ അറബിക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കൂടുതലായിട്ട് കുട്ടികൾ വരുന്ന ഒരു കാറ്റഗറിയിൽ മെജോറിറ്റി ഓഫ് ദ കുട്ടികളും എനിക്ക് തോന്നുന്നത് 80%-ലധികം കുട്ടികളും ഇഫ്രീറ്റ്സ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് JRF പോകുന്ന ആളുകളായിരിക്കും, JRF കിട്ടാൻ പോകുന്ന ആളുകളായിരിക്കും. ഒരു സെൽഫ് ഫ്രണ്ട്സിന്റെ കീഴിൽ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല, ഡെഫിനറ്റ്ലി ദ വിൽ ബി സം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ എക്സ്ട്രാ എഡ്ജ് ആണ് കോച്ചിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആക്ച്വലി ഐഫറിന്റെ എക്സാം ടൈമിലൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് 22 hours ലൈവ് ആയിട്ടുള്ള മാരത്തോൺ ക്ലാസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാരത്തോൺ ക്ലാസ് അല്ല എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ 500ഓളം ആളുകൾ ആക്ച്വലി ലൈവ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഈ ഒരു 22 hours ഇരിക്കുന്നുണ്ട്. ഒരു 2 hours പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. എങ്ങനെയാണ് ആക്ച്വലി 500 പേരെ ക്ലാസ് ചെയ്തിരുന്നത്? അല്ല, ഇതിലേ ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആസ്പെക്ട് ആണത്. അതായത് ഇപ്പൊ പലരും പറയല്ലോ ഇതിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആളുകൾക്ക് ഇത്ര അധികം നേരം കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് പലരുടെയും ചോദ്യം. ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ശരിക്ക് കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ പറ്റുന്ന സമയം എത്രയെന്ന് ചോദിക്കും. പല കുട്ടികളും എത്ര പറയാറോ, പല കുട്ടികൾ പറയും 40 minutes എന്ന് പറയും. ഞാൻ പറയും 40 minutes ആയി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ. കോളേജിലായപ്പോൾ അത് 1 മണിക്കൂറായി. കാരണം സ്കൂളിൽ ഒരു പീരീഡ് 40 minutes ആയിരിക്കും, കോളേജിൽ എത്തുമ്പോൾ 1 മണിക്കൂർ. അതിന്റെ കാരണം ഒരു പറയാം. പക്ഷെ നിങ്ങളെ കോളേജ് ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് 1 മണിക്കൂർ കോൺസെൻട്രേഷനോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച പീരീഡുകൾ ഉണ്ടാവും. ചില നല്ല ടീച്ചർമാരുടെ പീരീഡുകളിൽ ചിലപ്പോൾ നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ തുടർച്ചയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില ടീച്ചർമാരുടെ പീരീഡുകളിൽ നിങ്ങൾക്ക് 30 minutes കോൺസെൻട്രേഷൻ കിട്ടിയിട്ടുണ്ടാവും. ചില ടീച്ചർമാരുടെ പീരീഡിൽ 10 minutes, ചില ടീച്ചർമാരുടെ പീരീഡിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഫിക്സഡ് 1 hour 40 minutes to 2 hours എന്നുള്ളതില്ല. എങ്ങനെയാണ് ആ ടീച്ചർ ഡെലിവർ ചെയ്യുന്നത്, ആ ടീച്ചർ ഡെലിവർ ചെയ്യുന്നതിനനുസരിച്ചാണ് കോൺസെൻട്രേഷൻ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസും ഇത്ര കാലത്തെ എക്സ്പെർട്ടൈസും വെച്ചിട്ടാണ് നമ്മൾ ഈ മാരത്തോണൊക്കെ എടുക്കുന്നത്. അപ്പൊ അവിടെ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് അതിൻ്റെതായ ടോപ്പിക് ഡൈവേഴ്സിഫിക്കേഷൻ, ആ ടോപ്പിക്കുകൾ ഡെലിവർ ചെയ്യുന്ന മെത്തഡോളജി, ഓക്കെ, അത് എങ്ങനെയാണ് എക്സാമിന് വരുന്നത് എന്നുള്ളൊരു ഔട്ട്കം, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് സെറ്റ് ഓഫ് സ്ട്രാറ്റജിയിലൂടെയാണ് നമ്മൾ ഓരോരോ മാരത്തോണുകളും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ ഒരു the thing is that concentration, student sitting and student consistency, the most important thing is how we deliver the class എന്നുള്ള എയ്ഫർ ടീച്ചേഴ്സിന്റെ റിയലൈസേഷനും അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഓരോരോ ഇമോടെക് പോലെയുള്ള മെത്തേഡുകളും അതിന്റെ അപ്ലിക്കേഷനുമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ലോങ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാനും കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇമോടെക്കിലോട്ട് വരാന്നുള്ളത്. അപ്പം എയ്ഫർ എന്ന് പറയുമ്പോൾ ഇന്ത്യസ് നമ്പർ 1 ഇമോടെക് അല്ലെ, ഇന്ത്യസ് ഫസ്റ്റ് ഇമോടെക് പ്ലാറ്റ്ഫോം ആണ്. അപ്പം ഇമോടെക് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലെ കാര്യങ്ങൾ? ഇമോടെക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് ടെക്നോളജിയുടെ കാലമാണ്, അതേസമയം സ്റ്റിൽ മനുഷ്യന്മാരൊക്കെ ഇമോഷണൽ അനിമൽസ് ആണ്. ഈ മനുഷ്യന്മാരുടെ ഇമോഷണാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവന്നിട്ട് അവർക്ക് അവരുടെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കുക.
ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കേസ് എന്താ വെച്ചാൽ മനുഷ്യന്മാർ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ അവർ എക്സാമിന് നേരിടുന്ന പ്രശ്നങ്ങളും ഇമോഷണൽ ആണ് മെജോറിറ്റി. ഓക്കെ എന്ന് പറഞ്ഞാൽ കുറേ നേരം പഠിക്കുമ്പോൾ ബോറടിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഡൗൺ ആവും, പരീക്ഷ അടുക്കും തോറും അവർ ആങ്ഷ്യസ് ആവും, സ്ട്രെസ്ഡ് ആവും, കുറേ പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. ഓക്കെ, ചിലപ്പോൾ അവർ കരയും. ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും ബേസിക് ആയിട്ടുള്ള, അത് അവർക്ക് പഠിക്കാൻ പറ്റില്ല, ചിലത് അവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എസ്പെഷ്യലി നെറ്റ് എക്സാം ഒക്കെ കുറച്ചുകൂടി മെച്ചേർഡ് ഓഡിയൻസ് കൂടി വരുന്നത് കൊണ്ട് അവർക്ക് സാധാരണ ആളുകൾക്ക് ഇല്ലാത്ത ഫാമിലി പ്രഷറുകൾ ഉണ്ടാവും. പലയിടത്തും പാരന്റൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ബീങ് എ പാർട്ട്ണർ എന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഇമോടെക്കിൻ്റെ ഒരു ഇനീഷ്യൽ ബേസിക് തിങ് വേണമെങ്കിൽ ഞാൻ 2 ആസ്പെക്റ്റിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ, ഇനീഷ്യൽ ബേസിക് തിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ 3 ആസ്പെക്റ്റിലേക്ക് പറയാം ഇമോഷണൽ കമ്പണന്റ്. ഇനീഷ്യൽ ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ മനുഷ്യന്മാരാണ് എന്നുള്ളതും മനുഷ്യന്മാരുടേതായ ലിമിറ്റേഷൻസ് അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് എയ്ഫർ മനസ്സിലാക്കുന്നു. ഇതാണ് ഇമോടെക്കിന്റെ ഫസ്റ്റ് തിങ്, ദ ഇമോഷണൽ ആസ്പെക്ട്. ദ സെക്കൻഡ് തിങ്, ഈ ഇമോഷണൽ ആസ്പെക്ട് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എയ്ഫറിൽ ഉള്ള ഒരു ഡിഫറൻസ് ആയിട്ട് ഞാൻ പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൺസിസ്റ്റൻസി. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് 2-3 പോയിന്റുകൾ എടുക്കാം. 1 നമ്മളെടുക്കാം കൺസിസ്റ്റൻസി, 2 നമ്മളെടുക്കുക മറന്നു പോവുക, 3 നമ്മളെടുക്കുക പല കോൺസെപ്റ്റുകളും മനസ്സിലാവാതിരിക്കുക, മേ ബി ബേസിക്സ് അറിയാത്തതുകൊണ്ട്. ഈ 3 കാരണങ്ങൾ ബാക്കിയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഈ 3 കാരണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കും. ടീച്ചേഴ്സ് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം, നല്ല വിൽ പവർ വേണം, നല്ല ഡിറ്റർമിനേഷൻ വേണം, സ്ട്രോങ് വേണം എന്നുള്ള ആസ്പെക്റ്റിലേക്ക്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്, മെമ്മറിൻ്റെ ആസ്പെക്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മറന്നു പോകുന്നത്, നിങ്ങൾ മുമ്പ് സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ടാണ് ബേസ് അറിയാത്തത് എന്നുള്ള രീതിയിലായി കാലാകാലമായിട്ട് കേട്ട്. എയ്ഫറിൻ്റെ അവിടെ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ഇമോഷൻ പ്രശ്നം, ഇത് സോൾവ് ചെയ്യേണ്ടത് എയ്ഫർ തന്നെയാണ് എന്നാണ് എയ്ഫർ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളോട് ഒരിക്കലും പറയില്ല നിങ്ങൾ കൺസിസ്റ്റന്റ് ആവണം. നമ്മൾ കുട്ടികളോട് പറയാം നിങ്ങൾക്ക് നമ്മൾ കൺസിസ്റ്റൻസി തരാം, നിങ്ങൾ ആ ബസ്സിൽ കയറിയാൽ മതി, നമ്മളെ ബസ് നിങ്ങളെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് മറന്നു പോകുന്ന കുട്ടികളോട് പറയുന്നുണ്ട്, ഇത്ര കാലം ആരും പറയാത്ത ഞാൻ പറയാറുണ്ട്, ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറയും. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് കണക്ക് കൂട്ടില്ല, അത് പൂർണ്ണമായിട്ട് ഓർമ്മ വരില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മൾ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ 3-ാമതും 4-ാമതും 5-ാമതും പഠിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ പൂർണ്ണമായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ 3-ാമതും 4-ാമതും 5-ാമതും ക്ലാസ് തരും. അത് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ നമ്മൾ ഉണ്ടാക്കും. നിങ്ങളെ കൺസിസ്റ്റന്റ് ആവാനുള്ള ഓപ്ഷനുകൾ നമ്മൾ ഉണ്ടാക്കും. നിങ്ങൾ മറന്നു പോവാതിരിക്കാനുള്ള ഓപ്ഷനുകൾ നമ്മൾ ഉണ്ടാക്കും. നിങ്ങളെ പ്രശ്നം ബേസിക് ആണെങ്കിൽ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് മാത്സ് മറന്നുപോയ കുട്ടികളുണ്ടാവും. നമ്മൾ ഈ വലിയ കുട്ടികൾക്ക് UGC നെറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ലസാഗു ഉസാഗു ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക് മാത്സ് ആണ് പോലെ പ്രശ്നമെങ്കിൽ ഇത് നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചു വരിക എന്നുള്ള ഒരു ആസ്പെക്ട് ഇല്ല, നമ്മൾ അവർക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കൊടുക്കും. അപ്പം 2ാമത്തെ കമ്പണന്റ് ഇതാണ്. ഓക്കെ, ബാക്കിയുള്ള ആളുകൾ ഇമോഷണൽ ആണ് എന്ന് പറയുന്ന, കുട്ടികളുടെ പ്രശ്നമാണ് എന്ന് പറയുന്ന, ആസ്പിറൻസിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻസ് എയ്ഫർ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. വി ഹാവ് ദ സൊല്യൂഷൻ, വി ഹാവ് ദ ബസ്, നിങ്ങൾ അതിൽ കയറി ഇരുന്നാൽ മാത്രം മതി. വിത്ത് കൺസിസ്റ്റൻസി വിൽ bring to there. And the third and the final component, the emotional component, the solution, the final component, അതിലേക്ക് നമ്മൾ ടെക്നോളജി കൂടി കൊണ്ടുവരും. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ലീഡർ ബോർഡ് ഉണ്ടാക്കും. ആ ലീഡർ ബോർഡ് വിൽ ബി, നിങ്ങൾ ഓരോരോ എക്സാം ചെയ്യുന്ന സമയത്തും, ഓക്കെ, നമ്മൾ ഡുവലിംഗയിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്, ഓരോരോ എക്സാം ചെയ്യുന്ന സമയത്തും ഓരോരോ ക്ലാസ്സുകൾ കാണുന്ന സമയത്തും നിങ്ങളെ പോയിന്റ് ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓരോരോ സമയത്ത് നമ്മുടെ എയ്ഫറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക്, നമ്മുടെ ആപ്പിൽ നിന്ന് ഗെയിമിഫൈ ചെയ്ത മോഡൽ നിങ്ങൾക്ക് അലേർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്, ഓക്കെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള റിവൈസ് ചെയ്യാൻ തന്നെയുള്ള നമ്മളെ ടെക്നോളജി ഉപയോഗിച്ച് ഡിഫറെന്റ് മോഡലിൽ നിങ്ങൾക്ക് നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പം ബേസിക്കലി primarily we understand that emotional problems are the main reason behind anybody failing, and the second one we provide the solution, and the third one we include technology to that, or we deliver that through the technology. So that's what the Imotech is all about. എനിക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഇപ്പം ആൻസറിക്കൊക്കെ പുറത്തു വന്നൊരു സമയമാണ് ആക്ച്വലി, അല്ലെ? ഇപ്പം പലരെയും സംബന്ധിച്ച് ചില ആളുകൾക്ക് പാസ്സാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ചില ആളുകൾക്ക് തോറ്റുപോകാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ള ആളുകളുണ്ടാവും, പല സെറ്റ് ഓഫ് ആളുകളുണ്ട്. പിന്നെ പല ആളുകളും ആക്ച്വലി ഇപ്പോഴൊരു പേടി ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, അതായത് തോറ്റു പോകുമെന്നുള്ള പേടിയുള്ള ആളുകളുണ്ടാവും. അതേപോലെ തന്നെ തോറ്റുപോയി കഴിഞ്ഞാൽ ഞാൻ നാണം കിടില്ലേ, അല്ലെങ്കിൽ
നമുക്കൊരു ആക്ച്വലി എനിക്ക് തോന്നുന്നത് തോൽവിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ബേസിക്കലി, അല്ലേ? തോറ്റു പോകുന്നുള്ള പേടിയാണ് കൂടുതലും. അപ്പം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് എന്താണ് ആക്ച്വലി എയ്ഫറിന് അല്ലെങ്കിൽ അനീസ്കയ്ക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ഇതിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റികളൊന്നായിട്ട് ഞാൻ പറയാം, തോൽക്കാനുള്ള ധൈര്യമാണെന്ന് പറയും. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഈവൻ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് പോലും നമുക്ക് പറയാൻ പറ്റും ജയിച്ചതിന് ശേഷം മാത്രമാണ്. ഓക്കെ, എനിക്ക് ജയിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ പറയാം എന്നുള്ളതാണ്. ഒരിക്കലും തോൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തോൽവിയൊന്നും എൻജോയ് ചെയ്തിട്ടില്ല. ബീങ് ഫ്രാങ്ക് അബൌട്ട് ദാറ്റ്, തോൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തോൽവികളൊന്നും എൻജോയ് ചെയ്തിട്ടില്ല. പക്ഷേ വിജയിച്ച് കഴിഞ്ഞ സമയത്ത് സ്പെസിഫിക്കലി ഞാൻ ക്വിസിലൊക്കെ ഒരുപാട് പങ്കെടുക്കും. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ക്വിസിൽ ഒരുപാട് പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ഏകദേശം ഒരു 10-50 ക്വിസിലൊക്കെ ജയിച്ചിട്ടുണ്ടാവും. ത്രൂ ഔട്ട് കേരള നമ്മൾ ക്വിസിന് പോകുമായിരുന്നു. ട്രിവാൻഡ്രം തൊട്ടിട്ട് കാസർഗോഡ് വരെ ഞാൻ എൻ്റെ ഫ്രണ്ട്സും യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഒരു 50 ക്വിസുകൾ ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 50 ക്വിസുകൾ ഞാൻ ജയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അതൊരു ഇൻക്ലൂഡിങ് സി സോൺ, ഇന്റർ കോളേജ്, ട്രിവാൻഡ്രം, അറിവാനിയോസ് ഓർ LBS, ഇങ്ങനെ പല സെറ്റ് ഓഫ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും, അങ്ങനെ നമ്മൾ പറയുമെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഞാൻ 500-ലധികം ക്വിസുകളിൽ ഞാൻ തോറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 500-ലധികം ക്വിസുകളിൽ നിന്ന് ഞാൻ തോറ്റ ആ ഒരു ആസ്പെക്ട് എൻ്റെ 50 ക്വിസുകളിൽ ജയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. മേ ബി അത് എന്നെ നെറ്റിൽ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ മീൻ ഹൗ മാനേജ് ഫെയിലിയർ എന്നുള്ള രസം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു തോൽക്കാൻ പ്രതീക്ഷ റിസൾട്ട് കിട്ടാത്ത, മുമ്പ് പരീക്ഷയിൽ തോറ്റ ആളുകളോടൊക്കെ പറയാനുള്ള ഒരു ആസ്പെക്ട് എന്ന് ചോദിച്ചാൽ, വിജയത്തിലേക്കുള്ള ജേണിയുടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് തോൽവി എന്ന് പറയുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫെയിലിയേഴ്സ് ആർ ലൈക്ക് ദ ട്രാഫിക് ബ്ലോക്ക്. ഓക്കെ, ട്രാഫിക് ബ്ലോക്ക് പോലെയാണ്. നമുക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. നമ്മളിപ്പോ ടൗണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയല്ല. വി ആർ കമ്പൽസറി ടു ഫേസ് ദ ട്രാഫിക് ബ്ലോക്ക്. വി ആർ നെസസിറ്റേറ്റഡ് ടു ഫേസ് എ ഫെയിലിയർ. പക്ഷേ ഇഫ് വി മൂവ് ഓൺ, ഒരു ട്രാഫിക് കാണുമ്പോഴേക്കും ട്രാഫിക്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാതെ വേറെ ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ടിലേക്ക് പോവുകയും ആ സിഗ്നൽ ഗ്രീൻ ആവാൻ കാത്തിരിക്കുകയും ഈവൻ ആ ട്രാഫിക് ബ്ലോക്ക് വരുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവാതെ വേണമെങ്കിൽ നല്ല ഹോൺ അടിച്ചിട്ടോ പാട്ട് കേട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടോ നമ്മള് വാട്ട് വീക്കൻസ് മുന്നോട്ട് പോവുകയും ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും എന്ന് പറയുന്ന പോലെ ഫെയിലിയർ ഈസ് നെസസറി ടു മേക്ക്. ഇനി ഒരുപാട് തോറ്റ ആളുകളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നെറ്റ് എക്സാമിൽ ഒരുപാട് തോറ്റ എക്സ്പീരിയൻസ് ഇല്ല. വേറെ എക്സാമിന് ഒരുപാട് തോറ്റിട്ടുണ്ട്. ഒരുപാട് തോൽക്കും തോറും നിങ്ങൾ വിജയിച്ച നിങ്ങളെ വിജയം ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. ഞാനൊക്കെ ചില ഇഫ്രേറ്റ്സിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഓലിങ്ങനെ പറയും, ഞാൻ 5 എഴുതി തോറ്റു, 10 എഴുതി തോറ്റു, 15 എഴുതി തോറ്റു, 30 എഴുതി തോറ്റ ജയിച്ച ഇഫ്രേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു അസൂയ, ഐ മീൻ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ജയിക്കുന്ന സമയത്ത് നമ്മളെ തോൽവികളൊക്കെ നമ്മളെ ജയത്തെ മധുരമാക്കും. അതെ, ഞാനിപ്പോഴും 50 ക്വിസ് ജയിച്ചപ്പോൾ 500 തോൽവി എന്താ പറഞ്ഞത്, അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ടാവുന്നുണ്ട്. നെറ്റിൽ എനിക്ക് പ്രത്യേകിച്ച് തോൽവി ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാധനം എന്താ വെച്ചാൽ, എല്ലാ ഫെയിലിയേഴ്സും നമ്മളെ ഫെയിലിയേഴ്സ് വിൽ മേക്ക് അവർ സക്സസ് ബ്യൂട്ടിഫുൾ. ആൻഡ് എനിബഡി വിൽ ടെൽ പ്രൗഡ്ലി അബൌട്ട് ദെയർ ഫെയിലിയേഴ്സ് വൺ ദേ ക്വാളിഫൈ. പിന്നെ അനീസ്ക, ഇതില് ആക്ച്വലി ഇപ്പം ഞാൻ കാണുന്നത് ഇവിടെ ഇപ്പം നമ്മൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഒരു എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് പോയിട്ട് എഴുതാറ്. ഇപ്പം നമ്മളിവിടുന്ന് ആക്ച്വലി കൗൺസിലേഴ്സ് ഒക്കെ പറയുന്നതായിട്ടുണ്ട് അവരുടെ അടുത്ത്, നമ്മൾ ആക്ച്വലി 10ാം ക്ലാസ് പോകുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രീ മോഡൽസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, അല്ലേ? അപ്പം ഇവിടെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡെയിലി എക്സാംസ് ഉണ്ട്, നമുക്ക് മന്ത്ലി എക്സാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട് എയ്ഫറിൽ. എനിക്ക് അതേപോലെ തന്നെ ഇപ്പം എയ്ഫറെ പറ്റി കേൾക്കുന്ന സമയത്ത് ARF എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻസ് കേട്ടിട്ടുണ്ട്. എന്താണ് ARF എക്സാമിനേഷൻസ്? അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ് ആക്ച്വലി? ഇതിലേ നമ്മളൊക്കെ മുമ്പൊരു പഠനത്തെ എയ്ഫറിൽ നടത്തി മനസ്സിലായി, ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷയ്ക്ക് പരാജയപ്പെടാനുള്ള ഒരു കാരണം എക്സാമിനേഷൻ്റെ സ്ട്രെസ് ആൻഡ് എക്സാമിനേഷൻ ഹാൾ ആങ്സൈറ്റിയാണ്. എക്സാമിനേഷൻ്റെ ആ ദിവസത്തെ സ്ട്രെസ്സും എക്സാമിനേഷൻ ഹാളിലെ ആങ്സൈറ്റിയും കാരണം ഡെഫിനറ്റ്ലി അത് ഏതൊരാൾക്കും വരും. കാരണം അവരുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് അവർ എഴുതുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയും, ഇപ്രാവശ്യത്തെ പരീക്ഷ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതണം. ഒരു തവണ എക്സാം എഴുതുന്നത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തരും.
അപ്പൊ അതുപോലെ ARF എന്ന് പറഞ്ഞാൽ എയ്ഫർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു എക്സാക്ട്ലി NTA നെറ്റ് എക്സാം പോലെ 3 hours എടുത്തിട്ട് അതിന്റെ ടൈം നോർമലി നെറ്റ് എക്സാമിന്റെ അതേ ടൈമാണ് ഉണ്ടാവാറ് 9 to 12 or 3 to 6 എന്നുള്ള ലാബിൽ വെച്ചിട്ട് ലാപ്ടോപ്പിൽ വെച്ചിട്ട് തന്നെ ആപ്പിലും ചെയ്യാം ലാപ്ടോപ്പിൽ വെച്ചിട്ടൊക്കെ കുട്ടികൾ ചെയ്യുന്ന ഓക്കെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ പോസിബിൾ ആയിട്ടുള്ളതിൽ ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പൊ ഈ ഒരു എക്സാമിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ദ സെയിം എക്സ്പീരിയൻസ് ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ആഫ്റ്റർ 1 or 2 weeks. ഓക്കെ 1 or 2 weeks. അപ്പൊ അതുകൊണ്ട് അത് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്തിന് എക്സാമിന്റെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ, ബിക്കോസ് ദേ ഗെറ്റ് എൻ പ്രിയർ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് ആ പ്രിയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഡേന്റെ അന്ന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള റിയലൈസേഷനിൽ നിന്ന് എക്സാക്ട് NTA നെറ്റ് എക്സാം പോലെ 3 hour എക്സാം ആയിട്ട് ഇഫർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമാണ് ARF. നമുക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ARFൽ ജയിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളും JRF നേടാറുണ്ട്, അല്ലെങ്കിൽ JRF നെറ്റൊക്കെ ആയിട്ട് നേടാറുണ്ട്. ഇനി അനീസ്കയുടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരുന്നിട്ട് റിസൈൻ ചെയ്തിട്ട് ഈ ഒരു കോച്ചിങ് എന്ന് പറഞ്ഞൊരു ഒരു എയ്ഫർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് എത്തി. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇവോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എയ്ഫർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് എത്തിയത്. എന്താണ് അതിനുള്ളൊരു മോട്ടിവേഷൻ? എന്താണ് ആക്ച്വലി ഈ ഒരു എയ്ഫർ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ എന്താണ്? ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബേസിക്കലി തിങ് സിമ്പിൾ. നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഇഫ് യു കാൻ ഫൈൻഡ് ദ ബുക്ക് യു വാണ്ട് ടു റീഡ് യു ഷുഡ് റൈറ്റ് ഇറ്റ് സോ ദാറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ വുഡിന്റ് ഹാവ് ടു സെർച്ച് ഫോർ ഇറ്റ്. ഓക്കെ എന്നൊക്കെ പറയല്ലോ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം ഇതുവരെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതണം. എന്നാൽ അടുത്ത ജനറേഷൻ ആ പുസ്തകം തിരഞ്ഞു പോയില്ല. ഒന്നുകൂടി ക്ലിയർ ആവാൻ ആണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഓക്കെ നമ്മളത് സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് ഇറക്കണം, നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓരോരുത്തർക്കും ഓരോ. അപ്പം ഞാനൊക്കെ ഒരുപാട് കാലം ക്യൂസിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് പഠനം ഒരു ത്രിൽഡ് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് ഞാൻ സിവിൽ സർവീസിൽ ഒരു കേരളത്തിൽ തന്നെ ഒരു സ്കോളർഷിപ്പ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടി ഡൽഹിയിലൊക്കെ പോയി പഠിച്ചാളാം. ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിലായ ഒരു സാധനം, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ എല്ലായിടത്തും ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ഓക്കെ, ഇത് തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളോട് ആദ്യം പറയുന്നത് നിങ്ങൾ മഹത്തായ ത്യാഗങ്ങൾ നേടുന്നത് മഹത്തായ ലക്ഷ്യങ്ങൾ നേടുന്നത് മഹത്തായ ത്യാഗങ്ങളിലൂടെയാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മുമ്പ് ക്യൂസിനും മറ്റു പല സംഭവങ്ങളും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പഠിച്ച ആളുകളാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് there is a gap for a learning platform that makes learning an exciting one. Okay. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് വന്നു, if you can't find the learning platform you are looking for, you should establish it once you qualify the exam എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. അപ്പോൾ ലേണിംഗ് ഒരു ത്രില്ല് ആക്കുക, ലേണിംഗ് ഒരു എക്സൈറ്റിംഗ് ആക്കുക, ലേണിംഗ് ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആക്കുക, ലേണിംഗ് ഒരു സപ്പോർട്ടീവ് എക്സ്പീരിയൻസ് ആക്കുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ചുറ്റുവട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കാണാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എയ്ഫർ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിഷനിലുള്ള, അപ്പോൾ നമ്മുടെ ഓവറോൾ എയ്ഫറിന്റെ വിഷൻ തന്നെ ക്രിയേറ്റിംഗ് ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം എന്നുള്ളതാണ്. ഹാപ്പി ആയിട്ട്, എക്സൈറ്റിംഗ് ആയിട്ട്, ജോയ്ഫുൾ ആയിട്ട്, അഡിക്റ്റീവ് ആയിട്ട് ആളുകൾ പഠിക്കുന്ന ഒരു ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എയ്ഫർ തുടങ്ങാനും എയ്ഫർ ഇപ്പോൾ ഇവോൾവ് ചെയ്യുന്നതിലും നമുക്കുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നതായിരിക്കും വൈ എയ്ഫർ എന്നുള്ള, ഓൾറെഡി ഒരുപാട് രീതിയിൽ അത് ആൻസർ ചെയ്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് ഇപ്പം വൈ എയ്ഫർ എന്നുള്ളൊരു ചോദ്യം കൂടെ, എന്തിനാണ് ഒരാൾ എയ്ഫർ ചൂസ് ചെയ്യേണ്ട കോച്ചിങ് എന്നുള്ള രീതി? ഞാൻ പറയും, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി പഠിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എയ്ഫർ ആണ് നിങ്ങളുടെ സൊല്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് പറയാം, നിങ്ങൾ കുറെ പഠിച്ചാൽ മറന്നു പോകുന്ന പ്രശ്നമുള്ള ആളാണെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എയ്ഫർ ആണ് നിങ്ങളുടെ സൊല്യൂഷൻ. നിങ്ങൾ മുമ്പ് ഒരുപാട് പഠിച്ചിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നില്ലെങ്കിൽ, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ഇല്ലെങ്കിൽ, ഞാൻ പറയും എയ്ഫർ ആണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്നുള്ളത്. നിങ്ങൾ ചാറ്റ് ജിപിടിയുടെയും ജെമിനിയുടെയും കാലത്ത് ഓക്കെ ബൾക്ക് ഓഫ് ദ റിസോഴ്സസ്, ഓവർബേർഡൻ റിസോഴ്സുകളെ കൊണ്ട് ഓവർബേർഡൻ ആയിട്ടുള്ള ഓക്കെ ഒരാളാണ് നിങ്ങളെങ്കിൽ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രോപ്പർ ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഓക്കെ ഞാൻ പറയും എയ്ഫർ ആണ്
നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്നുള്ളത്. നിങ്ങൾ പല വിഷയങ്ങളിലും മാത്സ് പോലെയുള്ള പല വിഷയങ്ങളിൽ പല സംഭവങ്ങളിലും സ്കൂളിൽ പഠിച്ച ബേസിക് മാത്സ് ഒന്നും ഓർമ്മയില്ലാത്ത ബേസിക്സിൽ നിന്ന് പഠിച്ചു തുടങ്ങണം ഓക്കെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും ഓക്കെ എയ്ഫറാണ് നിങ്ങളുടെ സൊല്യൂഷൻ എന്നുള്ളത്. നിങ്ങൾ നമ്മളെപ്പോഴും പറയാറില്ല യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ അറൗണ്ട് യു എന്ന് പറയുന്ന പോലെ JRF കിട്ടും എന്ന് ഉറപ്പുള്ള ഓക്കെ ഒരു സെറ്റ് ഓഫ് കുട്ടികളെ കൂടെ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓക്കെ നിങ്ങളെങ്കിൽ ഞാൻ പറയും എയ്ഫറാണ് നിങ്ങളുടെ സൊല്യൂഷൻ എന്നുള്ളത്. ഏറ്റവും അവസാനമായി ഓക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെറ്റും JRFും കിട്ടിയ ആളിൽ നിന്ന് ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങളെ പഠനം ഒന്നുകൂടി നന്നാവുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എയ്ഫറാണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്നുള്ളത്. കാരണം ഇതൊക്കെ കൊണ്ടാണ് എയ്ഫർ കഴിഞ്ഞ ഒരുപാട് ടേമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒന്നാമതായിക്കൊണ്ടേ ഇരിക്കുന്നത്.